നടിയും ബി.ജെ.പി. സ്ഥാനാർത്ഥിയുമായ കങ്കണ റണാവത്തിനെതിരായ അപകീർത്തി പോസ്റ്റുകളിൽ നടപടി ആവശ്യപ്പെട്ട് ബി.ജെ.പി. തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. കോൺഗ്രസ് നേതാവ് സുപ്രിയ ശ്രീനേതിനെതിരെയാണ് പരാതി. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. നിതിൻ, ഈ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രവിധ ബി.ജെ.പിയുടെ 5ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക വന്നതിന് പിന്നാലെയാണ് കങ്കണ റണാവത്തിനെതിരെ കോൺഗ്രസ് നേതാവ് സുപ്രിയ ശ്രീനേത് ഇത്തരത്തിൽ ഒരു അപകീർത്തിപ്പെടുന്ന തരത്തിലൊരു പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചത്. ഇതിനെതിരെ വലിയ വിവാദം ഇപ്പോൾ ബി.ജെ.പി. കോൺഗ്രസിനെതിരെ ഉയർത്തിയിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പരാതി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ബി.ജെ.പി. ഇന്നിപ്പോൾ ബി.ജെ.പിയുടെ മുതിർന്ന നേതാക്കളായ വിനോദ് താവഡെ, അതോടൊപ്പം തന്നെ അശ്വിനി വൈഷ്ണവ് ഉൾപ്പെടെയുള്ള നേതാക്കൾ 4 സംഘമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പരാതി സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ കോൺഗ്രസിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടാണ് ഈ ഒരു പരാതി നൽകിയിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തെങ്കിലും ഇപ്പോഴും അത് പരാതി വേണമെന്നൊരു ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. നടപടി വേണമെന്നൊരു ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ബി.ജെ.പി. പരാതിയുമായി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കങ്കണ റണാവത്ത് നിലവിൽ ഇപ്പോൾ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് രാത്രി ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദയുമായി കൂടിക്കാഴ്ച ഇപ്പോൾ നിശ്ചയിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ തരത്തിലൊരു പ്രതിഷേധം ബി.ജെ.പി. ഇതിനെ തന്നെ ഉയർത്തിയിട്ടുണ്ട്. കാരണം ഒരു സ്ഥാനാർത്ഥിക്കെതിരെയാണ് ഇത്തരത്തിൽ അപകീർത്തിപരമായ പോസ്റ്റ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും തനിക്കും 20 വർഷമായി നടിയെന്ന നിലയിലും അതോടൊപ്പം തന്നെ ഈ പൊതുരംഗത്തും സജീവമായി തന്നെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും ഇത്തരത്തിൽ അപകീർത്തിപ്പെടുന്ന നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്.